ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ ചിരിക്കുന്ന ഞാനൊന്നുമല്ല. ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു മഴക്കാർ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഒരുപാട് കാലം ഞാൻ ട്രൈ ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഫെയിലായിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് മുതൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൊന്നാണ് എൻ്റെ നമസ്കാരം. ഞാനിന്ന് നമസ്കരിക്കാറുണ്ട്, പക്ഷേ ഫജ്റോ സുബഹിയോ മഗ്‌രിബ് അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ കിട്ടാറില്ല. അങ്ങനെ പടച്ചോൻ തന്നെ പറഞ്ഞിട്ടില്ലേ, നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്നുള്ള കാര്യം. അങ്ങനെ ഇന്ന് എൻ്റെ 5 നേരം നമസ്കാരം ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത്, കാരണം ഞാൻ പബ്ലിക്കായിട്ട് ഇത് പറയുകയാണല്ലോ. അപ്പോൾ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം. അപ്പോൾ അവർക്കും ഇതൊരു പ്രചോദനമാകും, അതുപോലെ എനിക്കും ഒരു ഹെൽപ്പാവും. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ ജേണിയിൽ കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമസ്കാരം. 5 നേരത്തെ നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ റൂമിലെങ്കിലും നമസ്കരിക്കുക, ഒന്നാമത്. രണ്ടാമത് നോ ഫാപ്പ്, അതായത് നമ്മുടെ നോ ഫാപ്പ് ചലഞ്ചില്ലേ, അത് ഇത്ര നാൾ ക്ലിയറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നാൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം നോ ഫാപ്പ്. മൂന്നാമത്തെ കാര്യം, എൻ്റെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം ഞാൻ ഫേസ് ചെയ്തത് 10 കൊല്ലത്തെ മുമ്പത്തെ ആളല്ല ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്റത്തിലിട്ട് അത് പ്രിവ്യൂ കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ ഫേസ് മുഴുവൻ മാറിപ്പോയി. എൻ്റെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല എൻ്റെ മുഖത്തോടോ എനിക്ക് സംസാരിക്കാനോ ഒന്നും. എൻ്റെ ശരീരം, എൻ്റെ ഗ്യാസ്ട്രൈറ്റിസ്, എൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ പ്രകൃതം ഇതെല്ലാം എന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിലോട്ട് എത്തിച്ചു. അപ്പോൾ എൻ്റെ ശരീരം ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഷുഗർ കട്ടിങ്, വെയിറ്റ് ലോസ്, അതായത് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 89 കിലോ ആയിരുന്നു. ഞാനിപ്പോൾ ഇനി ഒന്നുകൂടെ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഷുഗർ കട്ടിങ് അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണലില്ലേ, ഷുഗർ കട്ട് ചെയ്ത് വെജിറ്റബിൾ ഫുഡ്സൊക്കെ ഇട്ട് നല്ല ലീനായിട്ടുള്ള ബോഡി കിട്ടും, ജോലൈനും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ജോലൈനൊന്നും ഇല്ല, മറ്റേ ഇതാണ്. ഷുഗർ കട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നോർമലി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അപ്പോഴും ഉണ്ടാവുമല്ലോ. ഡിപ്രഷൻ, വർക്ക് സ്ട്രെസ്സ്, ആരെങ്കിലും എന്തെങ്കിലും പറയൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് പിന്നെ നമ്മൾ ഷുഗർ കൊണ്ട് ഡോപ്പമൈൻ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതിനെപ്പറ്റി അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും. ഇതുമൂലം ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളെ ലൈവായിട്ട് ഇനി എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റോറീസിൽ ഇടുന്നതായിരിക്കും. ഒരു റിയൽ സ്ട്രഗിൾ, അതായത് ഒരു ഷുഗർ കട്ടിങ്ങോ വെയിറ്റ് ലോസോ എന്തെങ്കിലും ചെയ്ത കലോറി ഡെഫിസിറ്റ് ഡയറ്റില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും. എൻ്റെ യൂട്യൂബ് ഷോർട്സിലും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ എൻ്റെ കൂടെ എനിക്കറിയാം ഒരുപാട് പേര് ഇത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നും രാവിലെ എടുത്ത് നോക്കിയാലേ ഒരു 30 ദിവസം ആകുമ്പോൾ എത്ര വെയിറ്റ് നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഞാനൊരു വെയിറ്റ് സ്കെയിൽ ഞാൻ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വെയിറ്റ് സ്കെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നാളെ വരും. അത് നാളത്തെ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നതാണ്. വെയിറ്റ് സ്കെയിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ എത്ര കിലോ ആണ് ഞാനിപ്പോൾ ഉള്ളത് എന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ എന്നെ ഇപ്പോൾ കണ്ടിട്ട് എത്ര വയസ്സായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഫ്രണ്ട്സ്? എൻ്റെ ഏജ് എത്രയാണ് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റണുണ്ടോ? കാരണം എനിക്ക് ഒരുപാട് താടിയൊക്കെ പെട്ടെന്ന് നരച്ചു പോയതുപോലെ എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ എൻ്റെ വയസ്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എത്രയാണെന്ന് ഒന്ന് ഗസ് ചെയ്തൊന്ന് കമൻറ്റിലിട്ടോ. അപ്പോൾ അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അപ്പോൾ പിന്നെ വെയിറ്റ് സ്കെയിൽ വന്നതിന് ശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.